പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ കടിതിരുനാമത്തിൽ ആമീൻ. കർത്താവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കല്ലറ കർത്താവിൻ്റെ കല്ലറയാണ്. എല്ലാവരും മരിച്ചു, എല്ലാവരും അടക്കപ്പെട്ടു. എന്നാൽ ഇന്നും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ കർത്താവിൻ്റെ കല്ലറയാണ്. അത് ഇത്രയും കാലവും ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം ആ കല്ലറ നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ എന്നേക്കുമായി ദൈവസന്നിധിയിലുള്ള ഒരു ജീവിതത്തിനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കർത്താവിൽ പ്രത്യാശയുള്ളവർക്ക്, കർത്താവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച് നമുക്ക് ഒരു മരണമല്ല, അത് ഉയർപ്പാണ് ഉള്ളത്. നമ്മുടെ എല്ലാം ഉയർപ്പിന് മുന്നോടിയായിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉയർപ്പിന്, അതുകൊണ്ട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, വ്യക്തമായി കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കല്ലറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ കല്ലറയിലേക്കാണ് നമ്മളിന്ന് നോക്കുന്നത്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറ. അവിടെ രണ്ട് ദൂതന്മാരിരുന്ന് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആരാണ് അവിടെ പോയത്? മഗ്ദലന മറിയം അതിരാവിലെ പോയി. കാരണം ഈ മഗ്ദലന മറിയം സാധാരണയായിട്ട് യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് മരിച്ച ഒരാൾക്ക് അനേകം അളവിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി വളരെ ഭവ്യമായിട്ട് സമയമെടുത്തത് ആ ബോഡി അടക്കം ചെയ്യുന്ന ഒരു പതിവുണ്ട്. എന്നാൽ ശാബത്ത് ദിനമായതുകൊണ്ട് പെട്ടെന്ന് അടക്കമെന്നുള്ളത് കൊണ്ട് അരിമത്യാക്കാരൻ യൗസേപ്പും നിക്കോദിമോസും കൂടി പെട്ടെന്നാണ് അടക്കിയത് യേശുവിനെ. അതുകൊണ്ട് ഈ സുഗന്ധദ്രവ്യങ്ങൾ പൂശാനുള്ള സമയം അവർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അതിരാവിലെ എഴുന്നേറ്റ് പോയത്. പക്ഷേ അവിടെ ചെന്നിരുന്ന് കരഞ്ഞുകൊണ്ടവർ നിൽക്കുന്ന അവരുടെ മുമ്പിൽ വന്നുകൊണ്ട്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ കല്ലറ നമ്മോട് ചോദിക്കുന്നത്, എന്തിനാണ് മകനെ മകളെ നീ കരയുന്നതെന്ന്. നിന്റെ കരച്ചിലെല്ലാം ഈ കല്ലറയുടെ മുമ്പിൽ തീരും. കാരണം ഇത് ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയാണ്. അതുകൊണ്ട് മരിച്ച ഒരു യേശുവിനെ കാണാനാണ് അവർ പോയത്. എന്നാൽ യേശു മരിക്കുന്നില്ല, അവൻ ജീവിക്കുന്നവനാണ്. നമ്മൾ പൂർവികർ പാടിയത് ഒരു യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കിയാൽ ഞാനും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എത്ര തകർന്ന അവസ്ഥയിലേക്ക് നമ്മൾ താണുപോയാലും ഉദ്ധിതനായ കർത്താവ് കൂടെ നിന്ന് പറയുന്നത്, ഈ മുറിവുകൾ കാണിച്ചുകൊണ്ട് പറയുന്നത് ഈ ഉദ്ധാനത്തിലേക്ക് നിന്ന് നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഉദ്ധിതനൻ്റെ മക്കളാണ് നമ്മൾ. അപ്പം നാം എന്നേക്കുമായി അവനോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടി അവൻ മരിച്ചത്, നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ഉദ്ധിതനായ കർത്താവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മോട് ദൂതന്മാർ ചോദിക്കുന്നതാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൂതന്മാർ ചോദിക്കുന്നത്, നീ കരയുന്നത് എന്തിനാണെന്നുള്ളതാണ്. അപ്പോൾ കരച്ചിലുകൾ അല്ല വേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രത്യാശയാണ് വേണ്ടത്. കാരണം ഏത് മരണത്തെപ്പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്, ഒരു നാഥനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സങ്കടവും സംഘർഷങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം അതിൻ്റെ മേൽ വിജയിക്കാനായിട്ട് കർത്താവ് നിനക്ക് കൃപ തരും. കാരണം നമ്മൾ ഉദ്ധാനത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ലാസറിൻ്റെ കല്ലറയിൽ ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നു, മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം, കർത്താവെ ഞങ്ങളുടെ പരേതരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. പരേതരെ മരണത്തിൽ രക്ഷിക്കണം. എന്ത്? അവിടെ കർത്താവ് രണ്ടാമത്തെ നമ്മുടെ നിത്യമായ നാശം, നമ്മുടെ ആത്മാവിൻ്റെ നിത്യമായ നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്നാണ്. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. അത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, മരിച്ചാൽ ഞാൻ കൂടെ കർത്താവിന് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ പൂർവികരായിട്ടുള്ള എല്ലാവരും മരിച്ച് ദൈവസന്നിധി തുടരുന്നു. അതുകൊണ്ടാണല്ലോ മുൾപ്പടൽപ്പിച്ച് മോശയെ കർത്താവിനെ കാണുമ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അപ്പോൾ മോശയോട് കർത്താവ് പറയുന്ന മറുപടിയാണ് വളരെ വ്യക്തം, ഞാൻ നിൻ്റെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടുന്നത് പോലും ഈ മരിച്ചവരുടെ പേരിലാണ്. അതിൻ്റെ അർത്ഥം ഇവരെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞില്ല, ഞാൻ സർവശക്തനാണെന്ന് പറയാമായിരുന്നു, ഞാൻ ലോകത്തെ സൃഷ്ടിച്ചവനാണെന്ന് പറയാമായിരുന്നു, നീ നിൽക്കുന്ന ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച, അങ്ങനെയല്ല പരിചയപ്പെടുന്നത് നിൻ്റെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ മരിച്ചവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് അവരെക്കുറിച്ച് അഭിമാനമാണ്. ആരെക്കുറിച്ചാണ്? നമ്മൾ മരിച്ചു പോയ ശേഷം നമ്മുടെ ഇടവകയിൽ നിന്ന് ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ
ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ എന്നാൽ നമ്മൾ എപ്പോഴോർത്താലും അഭിമാനം വെച്ച് പറയണമെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചിട്ടാണ്. അതുകൊണ്ട് ദൈവം, സർവശക്തനായ ദൈവം മോശയ്ക്ക് തന്നെ പരിചയപ്പെടുത്തുന്നത് ഈ മരിച്ചുപോയ മനുഷ്യരുടെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവരൊക്കെ നിസ്സാരക്കാരല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിരന്തരമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ ഒഴിഞ്ഞ കല്ലറ. അതുകൊണ്ട് നമ്മൾ ഈ കല്ലറയിലേക്ക് നോക്കിയിട്ട് കർത്താവിൻ്റെ പറയണം, കർത്താവേ, നിൻ്റെ ആ ഉദ്ധാനത്തിൻ്റെ അനുഭവമാണ് എൻ്റെ പ്രത്യാശ. നിൻ്റെ ഈ കണ്ണിന് തുടയ്ക്കുന്ന ഈ തുറന്ന കല്ലറയാണ് പ്രത്യാശ. അതുകൊണ്ട് ലോകത്ത് ഒരേ ഒരു കല്ലറയേ ഉള്ളൂ, അത് ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറ. അത് കർത്താവിൻ്റെ കല്ലറയാണ്, ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ആ കല്ലറയിൽ നോക്കി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രയാസങ്ങളുടെയും എൻ്റെ നൊമ്പരങ്ങളുടെയും എൻ്റെ സങ്കടങ്ങളുടെയും മധ്യത്തിൽ കർത്താവെ, കരയേണ്ട എന്ന് പറയാൻ, ധൈര്യമായിട്ട് പറയാൻ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. നീ കരയേണ്ടെന്ന് പറയാനായിട്ട് ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. കാരണം മറ്റുള്ളവരെ വേണമെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കും, സങ്കടപ്പെടുന്ന ആശ്വസിപ്പിക്കും. പക്ഷേ അവർക്ക് കരയേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കതിനുള്ള കഴിവില്ല. ആരൊക്കെ നമ്മുടെ കൂടെ നിന്നാലും കരയേണ്ട, സമാധാനത്തിന്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, മറിച്ച് നിത്യമായ സമാധാനമാണ്. ഈ സമാധാനത്തിലേക്കാണ്. അപ്പോൾ 2 കൽപ്പനയും തന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കും. നിങ്ങളെ സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലോ നിങ്ങളെൻ്റെ ശിഷ്യരൊന്നുമല്ല എന്ന് ലോകം അറിയും. അതുകൊണ്ട് കർത്താവ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ, അതുകൊണ്ട് ഞാൻ കൽപ്പന തരുന്നു, അതുകൊണ്ട് ഞാൻ ഇനിമേൽ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല. അപ്പോൾ ഈ ഉദ്ധാനത്തിലൂടെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതന്മാരായി മാറിയത്. അതുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ അതിനുവേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന, നമ്മളെ കർത്താവിനെ സ്നേഹിത എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു കഴിവിലേക്ക് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും